ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ജൂൺ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ദിവസം വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മൊത്തം കംപ്ലീറ്റ് ലിസ്റ്റാണ്. 19ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ റിലീസുകളാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗർ എന്ന് പറഞ്ഞ മലയാള സിനിമയും അതുപോലെ തന്നെ മഹാരാജ എന്ന തമിഴ് സിനിമയും റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഒരു മലയാള സിനിമയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളും ആണ് റിലീസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത് ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലവ് മീ ഇഫ് യു ഡെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വിദ്യാബാലൻ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദോ ഓർ ദോ പ്യാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവി തന്നെയാണ്. നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത സിനിമയാണ്. LSD 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലവ് സെക്സ് ധോക്ക 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു തെലുങ്കു സീരീസാണ്. യക്ഷിനി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് വേദിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. 6 എപ്പിസോഡുകളാണ് ഈ സീരീസിൻ്റെ വന്നിട്ടുള്ളത്. ഞാൻ ഈ സീരീസ് കണ്ടു. കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അടുത്തത് ഒരു ആനിമേഷൻ ആക്ഷൻ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. അൾട്രാമാൻ റൈസിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ അയൺ ക്ലോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫാൾ ഗൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ബുക്ക് മൈ ഷോസ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. പർവു എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക് ഈ 2 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് C5ൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലവ് കി അറേഞ്ച് മാരേജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കുരങ്ങു പെടൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. ജനനം 1947 പ്രണയം തുടരുന്നു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം ഭാഷയിൽ ഈ ഒരു സിനിമ മനോരമ മാക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഗ്യാങ്സ് ഓഫ് ഗോദാവരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ വലിയൊരു പരാജയം നേരിട്ട സിനിമയാണ്. അടുത്തൊരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഡിയർ നാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ടറട്ട് എന്നാണ് സീരീസിന് പേര് വരുന്നത്. ഈ സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം, ഐറ്റ്യൂൺസ്, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ദ ബോയ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 4ാമത്തെ സീസൺ ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. റഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV എന്നാണ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. 8 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു മലയാളം ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. യൂട്യൂബിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു കൊറിയൻ മൂവിയാണ്. നമ്പേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴി ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പാരിജാത പർവ്വം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ഗാന്ത് ചാപ്റ്റർ 1 ജംനാപാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, ബംഗാളി ഭാഷകളായിട്ട് ത്രില്ലർ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഗാന്ത് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അടുത്ത തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഗ്രൗണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്
ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. അതായത് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളാണ്. 19ഓളം റിലീസുകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.